നമസ്കാരം. അനന്തസാഗരമായ സംഗീതത്തെ ഉപാസിക്കുന്ന ഈ വേദിയിലേക്ക് ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 5 ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സീസൺ 5 നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മുടെ ജഡ്ജസിനെ ലെറ്റ്സ് വെൽക്കം ദം. ചിത്ര ചേച്ചി, ശരച്ച ആൻഡ് ശ്രീയാട്ട്. ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 5 നമ്മളുടെ ഇന്നത്തെ സെലിബ്രിറ്റി ഗസ്റ്റ് മലയാളം ഫിലിമിലെ സൂപ്പർ സ്റ്റാർ ആണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ 100th ഫിലിം ഫുൾ ഹൗസസിനായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാര്യസ്ഥൻ എന്ന സിനിമയാണിത്. ആൻഡ് ഐ എം ടോക്കിംഗ് അബൌട്ട് നമ്മൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നടൻ ദിലീപ്. അപ്പൊ ദിലീപേട്ടന്റെ 100ാമത്തെ ഫിലിമായ കാര്യസ്ഥൻ ഇപ്പൊ ഒരു ഹിറ്റായി എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. തീർച്ചയായിട്ടും സെഞ്ചുറി ഫിലിം ഹിറ്റായി അതിൽ സന്തോഷത്തിലായിരിക്കും. അപ്പൊ ഞങ്ങളുടെ വക എല്ലാവിധ ആശംസകളും. ഹിറ്റിൽ നിന്നും സൂപ്പർ ഹിറ്റിലേക്കും മെഗാ ഹിറ്റിലേക്കും ബമ്പർ ഹിറ്റിലേക്കും അത് പോട്ടെ. ഈ അവസരത്തിൽ ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 5 വന്നതിനെ കുറിച്ചും ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചും വളരെയധികം സന്തോഷമുണ്ട്. ആദ്യത്തെ സന്തോഷം എന്റെ പ്രേക്ഷകരോട് ഞാൻ പങ്കുവെക്കുകയാണ്. കാരണം പ്രേക്ഷകരുടെ ഫുൾ സപ്പോർട്ടോടുകൂടിയാണ് ഈ ചിത്രം നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. കൂട്ടുകുടുംബത്തിൻ കൂട്ടാണെന്നും അതിലിവിടെ ഒന്നാണെല്ലാരും. തീർച്ചയായിട്ടും ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ ഇതൊരു 100ാം ഇന്നത്തെ ചിത്രമായിട്ട് ആഘോഷിച്ചതിന് ഇതിലെ എല്ലാവരോടും എനിക്ക് ആത്മാർത്ഥമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ആ സന്തോഷം പങ്കിടുന്ന സമയത്ത് എനിക്ക് ഇവിടെ വന്നിരിക്കാനും പ്രത്യേകിച്ച് ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഇവരുടെ കൂടെ അത്രയും തമാശയും കളിയൊക്കെ പറഞ്ഞിട്ട് ഇരിക്കാൻ സാധിച്ചതിൽ സർവേശ്വരനോട് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ ഇവിടുത്തെ പെർഫോമേഴ്സ്, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും എന്റെ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് ഈ അവസരത്തിൽ. താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി ദിലീപേട്ട ഞങ്ങളുടെ കൂടെ ഇവിടെ എത്തിയത്. നമ്മൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ദിലീപേട്ടൻ. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ആദ്യത്തെ പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് രവീന്ദ്രൻ ഹിറ്റ്സ് റൗണ്ടിലാണ്. അതിനായി വേദിയിലെത്തുന്നു മുസ്തഫ. നന്നായി പാടാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. പിന്നെ ആ സമയത്ത് നന്നായി പാടണമെങ്കിൽ ദൈവാനുഗ്രഹം തന്നെ വേണം. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രവീന്ദ്ര മാഷിന്റെ ഗാനവുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഏത് ഗാനാണ്? അമരവന ചിത്രത്തിലെ വികാര നൗകയുമായുള്ള പാട്ട്. കലർന്നൊരു മണലിൽ വേളിപ്പുടവ വിരിഞ്ഞു രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാമൊഴിയാണോ പിൻവിളിയാണോ? തടശിലയലിയുകയായിരുന്നു
രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാമൊഴിയാണോ നിൻ മൗനം പിൻവിളിയാണോ ഞാനറിയാതെ നിൻ പൂമിഴിത്തുമ്പിൽ കൗതുകമുണരുകയായിരുന്നു ഞാനറിയാതെ നിൻ പൂമിഴിത്തുമ്പിൽ കൗതുകമുണരുകയായിരുന്നു എന്നിളം കൊമ്പിൽ നീ പാടാതിരുന്നെങ്കിൽ ജന്മം പാഴ്മരമായേനെ ഇലകളും കനികളും മരതക വർണ്ണവും വെറുതെ മറഞ്ഞേനെ രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാമൊഴിയാണോ നിൻ മൗനം പിൻവിളിയാണോ മുസ്തഫ, നല്ലൊരു പാട്ടാണ് പാടാൻ സെലക്ട് ചെയ്തത്. എന്ത് തോന്നുന്നു? എങ്ങനെ പാടി? ഉദ്ദേശിച്ചത്ര നന്നാക്കാൻ പറ്റിയില്ല. എന്നാൽ കുഴപ്പമില്ല. എന്തായാലും ജഡ്ജസ് എന്താ പറയുന്നത് ചോദിക്കാം. ശ്രേയാട്ടോ. മുസ്തഫ സാർ സുഖമാണോ? സുഖമാണ്. നന്നായിട്ട് പാടി കേട്ടോ. കുറച്ച് സ്ഥലങ്ങളൂടെ ശരിയായിരുന്നെങ്കിൽ മുസ്തഫയെ എനിക്ക് അങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇപ്പോഴും ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. കാരണം നന്നായിട്ട് പാടിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടാൻ ഇരിക്കാൻ പറ്റില്ലല്ലോ. യാത്രാമൊഴിയാണോ, വെണ്ണുര, ഈ ആയിരുന്നു എന്ന് പറയുന്നത് ഇന്നുമാണ്, ഇന്നോയാണ്, ഇന്നയാണ്, എന്തുമാണ് അവിടെ നോ എന്നായിരിക്കാം. പക്ഷെ അത് അങ്ങനെ ദാസേട്ടനെ അങ്ങിങ്ങനെ എടുത്ത മാതിരി ഒരു ലക്ഷണമുണ്ട്. ഒന്ന് പാടിക്കുക പോർഷൻ. അവിടെ കുറച്ച് സ്റ്റഡി ആയിക്കോട്ടെ, ഞാൻ അത് എഴുതി വെച്ചിട്ടുണ്ട്. വെണ്ണുരവന്നു തലോടുമ്പോ കൊള്ളാം, കൊള്ളാം. തടശിലയലിയുകയായിരുന്നു ആ ഒരു ഇത് വന്നു. അദ്ദേഹത്തിനെ ഒരുപാട് അനുകരിച്ചു എന്ന് എനിക്ക് തോന്നി. പിന്നെ പൂക്കളും, പിന്നെ പിൻവിളിയാണോ, അവിടെ 2-3 പ്രാവശ്യം പോയി. അതൊന്ന് പാടിക്കും. ശ്രുതിയാണ്. പിൻവിളിയാണോ കൊള്ളാം, കൊള്ളാം. പിന്നെ രാക്കിളി പൊന്മകളെ ആദ്യത്തെ അനുപല്ലിയെ പാടിയ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പൊന്മകളെ, പക്ഷെ ചരണം വന്നപ്പം അത് വീണ്ടും അത് കുറച്ച് പ്രശ്നങ്ങളായി. ടോട്ടലി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു സോങ്, നന്നായിട്ട് പാടി മുസ്തഫ. താങ്ക് യു. ചിത്ര ചേച്ചി. മുസ്തഫ, ചേച്ചി നല്ല സോങ്. എനിക്കിഷ്ടപ്പെട്ട മുസ്തഫ പാടിയത് കേട്ടോ. താങ്ക് യു ചേച്ചി. ശബ്ദം നല്ല സുഖം ഉണ്ടായിരുന്നു ഒന്ന് കേൾക്കാന്. ആകെ 3 സ്ഥലം മാത്രമേ ഞാൻ എഴുതി വെച്ചിട്ടുള്ളൂ. ആടി ഉലഞ്ഞ ഒരു സസ്റ്റെയിൻ വരുന്നില്ലേ പല്ലവിയില്, അത് കട്ടായി പോയ പോലെ സസ്റ്റെയിൻ ഫുൾ വരാതെ ശ്വാസം തീർന്നു പോയിട്ടായിരിക്കും അവിടെ, അതങ്ങനെ അവിടെ തോന്നി. പിന്നെ പൂക്കളും കാണാക്കരയും അവിടെ കുറച്ച് ശ്രുതി ചേർന്നില്ല. ഉണരുകയായിരുന്നു. പിന്നെ ഒരു പൂമിഴി, ഇത്രയും സ്ഥലം എനിക്ക് എന്റെ കാതില് കുറച്ച് ശ്രുതി പോയതായിട്ട് തോന്നിയുള്ളൂ. ബാക്കിയൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായി, നന്നായിട്ട്. താങ്ക് യു ചേച്ചി. ശരച്ച. മുസ്തഫ സാർ നല്ല പാട്ട് മുസ്തഫ. ഞാനിങ്ങനെ ചേച്ചിയെടുത്ത് പറയായിരുന്നു, മുസ്തഫ നന്നായിട്ട് പാടിയിട്ടുണ്ട് മുസ്തഫ. സാർ ഞാനും എഴുതിയത് ചേച്ചി എഴുതിയ ശ്വാസം എന്നാണ് ആദ്യം എഴുതിയത്. അതെന്തെങ്കിലും പ്ലാൻ ചെയ്തണം കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും നമുക്ക് ശ്വാസം കിട്ടാതാവുന്നുള്ള അവസ്ഥ നമുക്കേ മനസ്സിലാവത്തുള്ളൂ. അപ്പൊ കുറെ അങ്ങ് വലിച്ചു കയറ്റിക്കണം പാടുന്നതിന് മുമ്പ്, അങ്ങനെയുള്ള ഫ്രേസസ് പാടുന്നതിന് മുമ്പ്.
പിന്നെ പൊന്മകളെ അതൊരു കുറച്ചും കൂടെ ഫ്ലോ ആയിരുന്നു ആദ്യത്തെ പൊന്മകളെ പാടിയപ്പോ കേട്ടോ. അത് കുറച്ചും കൂടെ ആക്കിയാൽ മതി. സെക്കൻഡ് ചരണം എനിക്കെന്തോ ഒരു ടോണിൽ ചേഞ്ച് അനുഭവപ്പെടുന്നുണ്ട്. ഫസ്റ്റ് ലൈൻ ഒന്ന് പാടിക്കുക മുസ്തഫ. ഞാനറിയാതെ നിൻ പൂമിഴിത്തുമ്പിൽ. ഇപ്പൊ കുഴപ്പമില്ല. നമ്മളെപ്പോ പാടുമ്പോൾ നമ്മുടെ ആ ടോൺ അത് തന്നെ ആയിരിക്കണം. പെട്ടെന്ന് അങ്ങനൊന്നും ആയിപ്പോരുത്. അത് മുസ്തഫ നോക്കണം. നമ്മുടെ ടോൺ എപ്പോഴും അങ്ങനെ ഉണ്ടോ. അത് മേളിലാണെങ്കിൽ ഇവിടെ ആണെങ്കിലും ഇതുപോലെ ഒരേ വെലോസിറ്റി. ഇപ്പൊ മേളിൽ പാടുന്ന ഒടുക്കത്തെ റേഞ്ച് ലെവലും താഴ്പാടും ഒന്നും ഇല്ലാതിരിക്കരുത്. ലെവലും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് മുസ്തഫ വിചാരിച്ച നടക്കും കേട്ടോ സാർ. അത്രയൊക്കെ ഉള്ളു. ലാസ്റ്റ് പൂവിളിയിലെ സംഗതി കുറച്ചും കൂടെ നന്നാക്കായിരുന്നു. അതെങ്ങനെ വല്ലാത്തൊരു പൂവിളിയായിപ്പോയി കേട്ടോ. ദിലീപിന് ഇഷ്ടപ്പെടുമായിരിക്കും. ഓൾ ദി ബെസ്റ്റ്. മുസ്തഫ, ഇനി ദിലീപേട്ടന്റെ കമന്റ്സ് ആണ്. ദിലീപേട്ടൻ മുസ്തഫയുടെ പാട്ടിനെ കുറിച്ച് എന്ത് തോന്നുന്നു? മുസ്തഫ സ്റ്റേജിലേക്ക് വന്നപ്പോ ഞാൻ വിചാരിച്ചു മുസ്തഫ മുസ്തഫ ആ പാട്ടായിരിക്കും പാടാൻ. പക്ഷെ മുസ്തഫ വളരെ ഗംഭീരമായിട്ട് പാടി. വീട് എവിടെയാണ് മുസ്തഫയുടെ? തൃശ്ശൂര് ചേലക്കര. ആ, തൃശ്ശൂരാണോ? തൃശ്ശൂർ ജില്ലയിൽ ചേലക്കര. ചേലക്കര ജില്ലയിലെ എന്നുവെച്ചാൽ ഷൊർണൂര് പോണ വഴിക്കാണ്. അതെ അതെ അതെ, ഷൊർണൂർ അടുത്ത് തന്നെ ചേലക്കര. ആ, ഞാൻ ഈ പുഴയും കിടന്നൊക്കെ പറഞ്ഞ ഷൂട്ടിങ്ങിന് അവിടെ വന്നിട്ടുണ്ട്. അന്ന് ഞാൻ മുസ്തഫയെ അവിടെ കണ്ടിട്ടില്ല. അതുണ്ടായിരുന്നില്ലേ? മുസ്തഫ അന്ന് കോഴിക്കോടായിരുന്നു. അന്ന് മുസ്തഫ ജനിച്ചിട്ടില്ല. അത് പറയരുത്. അന്ന് മുസ്തഫ ജനിച്ചിട്ടില്ലെന്നോ? അത് പറയരുത്, അത് തെറ്റാണ്. എന്താ കാരണം ദിലീപേട്ടാ? അത് ശ്രീകുട്ടേട്ടൻ എന്റെ ഏജ് പിടിക്കാനുള്ള പരിപാടിയാണ്. കൂട്ടുകയാണ്. അതെ, ശ്രീകുട്ടേട്ടൻ ഇത് കുറെ ആയിട്ട് തുടങ്ങിയിട്ട്. ഓക്കെ, എന്തായാലും വളരെയധികം സന്തോഷം മുസ്തഫ. താങ്ക് യു സർ. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സോ മച്ച്. ഓക്കെ മുസ്തഫ, മുസ്തഫന്റെ മാർക്സിലേക്ക് നമുക്ക് കടക്കാം. ഔട്ട് ഓഫ് 30 ചിത്ര ചേച്ചി. മുസ്തഫയ്ക്ക് 23. 23. ഷർജ. മുസ്തഫയ്ക്ക് 23. ശ്രേയട്ട. മുസ്തഫയ്ക്കും 23. ആൻഡ് ഫൈനലി ദിലീപേട്ട, മാർക്സിന് മുമ്പ് ഒരു ചോദ്യം ഉണ്ടെന്ന് എനിക്കറിയാം. മുസ്തഫയുടെ അടുത്ത് ഒരു സ്വർണ്ണ ചോദ്യം. എനിക്ക് മുസ്തഫയോട് കുറെ ചോദ്യങ്ങളുണ്ട്, പക്ഷെ ഇവിടെ ഇവരാരും സമ്മതിക്കാത്തതുകൊണ്ട് ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. ഈ ചിത്രത്തിന്റെ സംവിധായകൻ ഭരതനാണ്. ഇദ്ദേഹം സംവിധാനം ചെയ്ത ആദ്യ ചിത്രത്തിന് തിരക്കഥ എഴുതിയത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സംവിധായകരിൽ ഒരാളാണ്. ആരാണ് അദ്ദേഹം? ഈ ചിത്രം ഏതാണ്? ഈ സ്പാട്ടിലെ ഏത് സിനിമയിലെയാ? ഇത് അമരം എന്ന ചിത്രത്തിൽ. ഓക്കെ, അതിന്റെ ഡയറക്ടർ ആരാണ്? ഭരതൻ. ഭരതൻ സാറ് സംവിധാനം ചെയ്ത ഇത് ആദ്യ ചിത്രത്തിന് ഭരതൻ സാറിന്റെ ഫസ്റ്റ് ഫിലിമിന് തിരക്കഥ എഴുതിയത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സംവിധായകരിൽ ഒരാളാണ്. പത്മരാജൻ. ആണോ? ഏ ആരാ? പത്മരാജൻ സർ. ആണോ? ഇതെന്ത് പരിപാടി അത്? ഏ ഉടനെ തന്നെ കേറി പറഞ്ഞ ഞാൻ ക്ലൂ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആണോ? അത് വളരെ മോശമായി പോയി. എന്നെ മലർത്തിയടിച്ചു. മുസ്തഫ, ദിലീപേട്ടന്റെ കയ്യിൽ നിന്ന് സ്വർണ്ണ നാണയം പോയി വാങ്ങിച്ചോളൂ. Not bad. ഇത് നമുക്ക് കിട്ടുന്ന വെച്ച് കമ്പനിക്ക് അടിക്കുന്ന പോയി. അങ്ങനെ അപ്പൊ എന്തായാലും ദിലീപേട്ടൻ വന്നത് മുസ്തഫയ്ക്ക് ഒരു ഭാഗ്യമായി അല്ലേ? ആ, ഞാൻ കോയിൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, മാർക്സ് പറഞ്ഞില്ല. യെസ്. എന്തായാലും ഒറ്റയടിക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ 2 മാർക്ക് കുറച്ചു. 8 on 10. 2 മാർക്ക് കുറച്ചു. ദിലീപേട്ട, ഇപ്പൊ കാരിസിന്റെ 100ാമത്തെ ഫിലിമാണ്. ഇനി ഇതുപോലെ കുറെ ഫിലിംസിൽ അഭിനയിക്കുമല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ഇനിയും സെഞ്ചുറീസ് ആൻഡ് സെഞ്ചുറീസ് സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലെ പ്രതീക്ഷിക്കാമല്ലോ. എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്, അതുപോലെ പ്രേക്ഷകരുടെ കയ്യിലും. ഇവർ രണ്ടുകൂടെ ഒരുമിച്ച് നിന്നൊരു പുഷ് തന്നു കഴിഞ്ഞാൽ നമുക്ക് സെഞ്ചുറീസ് ആഘോഷിക്കാം. ഞങ്ങൾ പുഷ് ചെയ്തോളാം. താങ്ക് യു. താങ്ക് യു ദിലീപേട്ട. മുസ്തഫയുടെ ടോട്ടൽ മാർക്സ് 77. നല്ല മാർക്സ് ആണ് മുസ്തഫ. സന്തോഷമാണല്ലേ?